ഇതാണൊരു ട്രീ അല്ലെങ്കിൽ ഡിജോയിന്റ് ഫോറസ്റ്റ് റെപ്രസെന്റേഷൻ. ഇതിൽ എഫ് ആണ് റെപ്രസെന്റേറ്റീവ് സെറ്റിന്റെ. ഇവിടെ എഫിന് ഒരു സെൽഫ് റെഫറൻസ് ഉണ്ടാവും. ഇതൊരു നോഡാണ്. ഇവിടെ ഡിയുടെ പാരന്റ് ആണ് എഫ്, ജിയുടെ പാരന്റ് ആണ് ഡി. ഇനി വേറൊരു സെറ്റ് ഈ രീതിയിലാണ്. സി ആണ് റെപ്രസെന്റേറ്റീവ്. സോ എ സെൽഫ് റെഫറൻസ് എച്ച് എന്നുള്ള ഒരു എലിമെന്റ്, ഇ എന്നുള്ള വേറെ എലിമെന്റ്, ബി എന്നുള്ള വേറെ എലിമെന്റ്. ബി എച്ചിന്റെ ചൈൽഡ് ആണ്, ഈ സിയുടെ ചൈൽഡ് ആണ്, എച്ച് സിയുടെ ചൈൽഡ്. ഓക്കെ, ഇതാണ് ഒരു ഡിജോയിന്റ് സെറ്റ്. ഇനി ഇതിന്റെ ഒരു യൂണിയൻ ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ സിയിൽ നിന്നുള്ള പോയിന്റർ ഓക്കെ, സിയിൽ നിന്നുള്ള പോയിന്റർ എഫിലേക്ക് മാറ്റും. സി എഫിന്റെ ചൈൽഡ് ആയിട്ട് മാറ്റും. എച്ച് ഇ ഇതിനൊന്നും മാറ്റമൊന്നുമില്ല. ഇതാണൊരു യൂണിയൻ ഓപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ സ്യൂഡോ കോഡം നോക്കാം. അപ്പം റെപ്രസെന്റേഷൻ ഏതായാലും ഓപ്പറേഷൻസ് മേക്ക് സെറ്റ്, ഫൈൻഡ് സെറ്റ് ആൻഡ് യൂണിയൻ, ഈ മൂന്നെണ്ണം തന്നെ ഉള്ളൂ. അതില് മേക്ക്, ഇപ്പം ഈ ഒരു റെപ്രസെന്റേഷന് വേണ്ടിയിട്ട് മേക്ക് സെറ്റിന്റെ സ്യൂഡോ കോഡ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ മേക്ക് സെറ്റിലുള്ള ഓപ്പറേഷൻ മേക്ക് സെറ്റ് എക്സ്. ഇതില് മേക്ക് സെറ്റ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു എലിമെന്റ് മാത്രമുള്ള ഒരു സെറ്റ്, അതാണ് മേക്ക് സെറ്റിന്റെ ഔട്ട്പുട്ട്. പാരന്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് തന്നെയായിരിക്കും. അതൊരു സെൽഫ് റെഫറൻസ്. എക്സ് എന്ന് പറഞ്ഞൊരു നോഡ്, അതിലേക്കൊരു സെൽഫ് റെഫറൻസ്. പിന്നെ ഇവിടെ റാങ്ക് എന്ന് പറഞ്ഞൊരു ഫീൽഡും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റാങ്ക് ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് മേക്ക് സെറ്റ് എന്നുള്ള ഓപ്പറേഷൻ. ഇനി ഇതില് റാങ്ക് എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ നോഡാണ്. ഡെഫിനിഷൻ പറയുന്നത് അപ്പർ ബൗണ്ട് ഓൺ ദ ഹൈറ്റ് ഓഫ് ദ നോഡ് എന്നുള്ളതാണ്. ഇനി ഹൈറ്റ് എന്ന് പറയുന്നത് the number of edges present in the longest path connecting that node to a leaf node. ആ ഒരു നോഡും അതിന്റെ ഒരു ലീഫ് നോഡിലേക്ക് കണക്ട് ചെയ്യുന്ന, ആ നോഡിനെ ഒരു ലീഫ്, ആ ട്രീയിലെ ഒരു ലീഫ് നോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ലോങ്സ്റ്റ് പാത്തും, ആ നോഡിനെ ഒരു ലീഫ് നോഡിലേക്ക് കണക്ട് ചെയ്യുന്ന ലോങ്സ്റ്റ് പാത്താണ് ആ നോഡിന്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് ആണ് ആ റാങ്ക് ആയിട്ട് നമ്മളിവിടെ
ആ നോഡിൽ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നോക്കാം. അതോടെ ഇതാണ് മേക്ക് സെറ്റ് ഓപ്പറേഷൻ. ഒരു സെൽഫ് റെഫറൻസ്, അതിനുശേഷം അതിന്റെ റാങ്ക് എന്താവും, 0 ആയിട്ട് സെറ്റ് ചെയ്യും. ഇതാണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീ റെപ്രസെന്റേഷനിൽ ഒരു നോഡിന്റെ മേക്ക് സെറ്റ് ഓപ്പറേഷൻ. ഇനി യൂണിയൻ എന്നുള്ള ഓപ്പറേഷൻ നോക്കാം. യൂണിയൻ എക്സ് വൈ അല്ലെങ്കിൽ യു വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എലമെന്റ് ആയിട്ടുള്ള സെറ്റും വി എലമെന്റ് ആയിട്ടുള്ള സെറ്റും കൂടെ ജോയിൻ ചെയ്യാന്നുള്ളതാണ്. ഇവിടെ ചെറിയൊരു വ്യത്യാസം എനിക്ക് കൂട്ടിനകത്ത് കാണാം. യൂണിയൻ എക്സ് കോമ വൈ, ഇതിന്റെ ബോഡി പറയുന്നത് ഈ ഒരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ലിങ്ക് find set x, comma find set y. അപ്പോൾ find set നമുക്കറിയാം ഇതിന്റെ റെപ്രസെന്റേറ്റീവ്, എക്സ് ഏത് സെറ്റിലാണ് ഉള്ളത് അതിന്റെ റെപ്രസെന്റേറ്റീവ്. അപ്പോൾ ഈ ഒരു റെപ്രസെന്റേറ്റീവ്, ഈ ഒരു റെപ്രസെന്റേഷനിൽ ഇപ്പം എഫ് ആണ് ഇതിന്റെ റെപ്രസെന്റേറ്റീവ്. എഫില് ഒരു റെഫറൻസ് ഉണ്ടാവും എങ്ങോട്ട്, അതിലേക്ക് തന്നെ ഒരു റെഫറൻസ് ഉണ്ടാവും. ബാക്കിയുള്ളതെല്ലാം ഈ റെഫറൻസ് വരുന്നത് പാരന്റിലേക്കാണ്. യൂണിയൻ എന്ന് പറഞ്ഞാൽ ലിങ്ക് ഫൈൻഡ് സെറ്റ് എക്സ്, ഫൈൻഡ് സെറ്റ് വൈ. ഇതാണ് യൂണിയൻ ഓപ്പറേഷൻ. ഇനി ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ലിങ്കിന്റെ ബോഡി എന്താ നോക്കാം. ലിങ്ക് അതിനകത്തേക്ക് 2 എലമെന്റ് വരും, എക്സ് വൈ വരും. അതിന്റെ ബോഡി പറയുന്നത് if rank of x greater than rank of y. ഇങ്ങനെയാണെങ്കിൽ റാങ്ക് നമ്മൾ നേരത്തെ കണ്ടു, ഒരു നോഡ് മേക്ക് ചെയ്തപ്പോൾ അതിന്റെ മേക്ക് സെറ്റിനകത്ത് റാങ്ക് 0 ആക്കിയിട്ടുണ്ട്. റാങ്ക് എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് ആണ്, ഒരു നോഡിന്റെ ഹൈറ്റ് ആണ്. റാങ്ക് ഓഫ് വൈ ആണെങ്കിൽ പാരന്റ് ഓഫ് വൈ എന്ന് പറയുന്നത് എക്സ് ആക്കിയിട്ട് മാറ്റും. പാരന്റ് ഓഫ് വൈ ഈക്വൽ ടു എക്സ്, അതായത് വൈ ലിങ്ക് ചെയ്യുന്നത് എക്സിലേക്ക് ആയിരിക്കും. അല്ലെങ്കിൽ പാരന്റ് ഓഫ് എക്സ് പറയുന്നത് വൈ ആയിരിക്കും. ഇവിടെ ഈ ഡിജോയിൻ സെറ്റില് പാരന്റ് ഓഫ് ബി എച്ച് ആണ്, പാരന്റ് ഓഫ് ഇ സി ആണ്. ഇതാണ് പാരന്റ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. അവിടെ എൽസ് പാർട്ട് പറയുന്നത് റാങ്ക് ലെസ്സോ ഈക്വലോ ആയിരിക്കും. എക്സിന്റെ റാങ്ക് ലെസ്സോ ഈക്വലോ ആയിരിക്കും വൈയുടെ റാങ്കിനോട്. തീർന്നിട്ടില്ല. ഇഫ് rank of x equal to rank of y,
ആണെങ്കിൽ റാങ്ക് ഓഫ് y is equal to rank of y plus 1. ഇതാണ് ലിങ്ക് എന്നുള്ള ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ഓഫ് ഫൈൻ സെറ്റ് ഓഫ് എക്സ് ഫൈൻ സെറ്റ് ഓഫ് വൈ. ഇനി ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് അത് ലിങ്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് യൂണിയൻ ബൈ റാങ്ക് ആണ്. റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ യൂണിയൻ നടത്തുന്നത്. ഇവിടെ ചെയ്യുന്നത് root of the tree with the fewer node point to the root of the tree with more nodes. ഇത്ര ചെയ്യുന്നുള്ളൂ. ഇതിനാണ് യൂണിയൻ ബൈ റാങ്ക് എന്ന് പറയുന്നത്. Make the root of the tree with fewer nodes point to the root of the tree with more nodes. ഏതിലാണ് നോഡ് കൂടുതലുള്ളത് അതിന്റെ റൂട്ടിലേക്ക് കുറഞ്ഞ നമ്പർ ഓഫ് നോഡ്സ് ഉള്ള ട്രീയെ പോയിന്റ് ചെയ്യുന്നു. ഇത്രയും ചെയ്യുന്നുള്ളൂ. ഇതാണ് യൂണിയൻ ബൈ റാങ്ക്. ഇവിടെ ചേഞ്ച് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ ലിങ്ക് ലിസ്റ്റ് പഠിച്ചപ്പോഴും നമ്മൾ യൂണിയൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ലിസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ എലമെന്റ്സ് ഉള്ള ലിസ്റ്റ് കൂടിയ എലമെന്റ്സ് ഉള്ളതിനോട് ചേർക്കാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കൂടുതൽ നോഡുള്ളതിന്റെ റൂട്ടിലേക്ക് കുറഞ്ഞ നോഡുള്ള ട്രീയുടെ റൂട്ടിനെ പോയിന്റ് ചെയ്യും. അതായത് റെപ്രസെന്റേറ്റീവ് കൂടുതൽ നോഡുള്ള ട്രീ ആയിരിക്കും, ട്രീയുടെ റൂട്ട് ആയിരിക്കും റെപ്രസെന്റേറ്റീവ് ആഫ്റ്റർ ദ യൂണിയൻ ഓപ്പറേഷൻ. ഓക്കെ, ഇതാണ് യൂണിയൻ ബൈ റാങ്ക്. അപ്പൊ റാങ്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഹൈറ്റ് ഓഫ് ദ നോഡാണ്. ഈ ഓരോ നോഡിലും ഈ റാങ്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഈ റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ് യൂണിയൻ ഓപ്പറേഷൻ നമ്മൾ നടത്തുന്നത്. ഇവിടെ ഈ അപ്പം ഒരു നോഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ ജി കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു ട്രീയില് ജി കിട്ടിക്കഴിഞ്ഞാൽ ഈ ലിങ്ക് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തും? നമ്മൾ ഇതിന്റെ പാരന്റിൽ എത്തും. പാരന്റിലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? ഇതിന്റെ പാരന്റ് ഏതായിരിക്കും? അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ജിയുടെ പാരന്റ് ഡി ആയിരിക്കും. ഇപ്പൊ ലിങ്ക് ഫോളോ ചെയ്ത് നമ്മൾ ഡിയിലെത്തി. ദെൻ ഡിസ് പാരന്റ് ഈസ് എഫ്, നമ്മൾ എഫിലെത്തി. ഇനി എഫിന്റെ പാരന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് റെഫറൻസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാം നമ്മൾ അതിന്റെ റെപ്രസെന്റേറ്റീവിൽ എത്തി എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമ്മളൊരു ഒരു റെപ്രസെന്റേറ്റീവിലേക്കുള്ള ഒരു പാത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ ഫൈൻഡ് പാത്ത് എന്ന് പറയുന്നത്. ഫൈൻഡ് പാത്ത്. ഇവിടെ ഇപ്പം ഈ ഫൈൻ സെറ്റ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാം, റെപ്രസെന്റേറ്റീവിനെ റിട്ടേൺ ചെയ്യും. ഇപ്പൊ ഫൈൻ സെറ്റ് ജി പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന എഫ് ആയിരിക്കും. ഈ ഒരു ട്രീക്കകത്ത് ഫൈൻ സെറ്റ് ബി എന്ന് പറഞ്ഞാലും റിട്ടേൺ ചെയ്യുന്നത് എഫ് ആയിരിക്കും. കാരണം എല്ലാത്തിന്റെ റെപ്രസെന്റേറ്റീവ് എഫ് ആണ്. അപ്പൊ അവിടേക്ക് എഫിലേക്ക് നമ്മൾ എത്തണം. അതിന് നമ്മളൊരു പാത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനാണ് ഫൈൻ പാത്ത് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു ഒരു കോംപ്ലിക്കേഷൻ ഉണ്ട്. ഫൈൻ സെറ്റിന്റെ ബോഡി നമുക്കൊന്ന് നോക്കാം. ഫൈൻ സെറ്റ് എക്സ്, അത് എക്സിന്റെ റെപ്രസെന്റേറ്റീവിനെ റിട്ടേൺ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു പാരന്റ് ഓഫ് എക്സ്, അതായത് ഒരു
സെൽഫ് റെഫറൻസിങ് അല്ലെങ്കിൽ സെൽഫ് റെഫറൻസിങ് ആണെങ്കിൽ എന്താണ് പാരന്റ് ഇതാണ് റെപ്രസെന്റേറ്റീവ് ആണ്. അത് സെൽഫ് റെഫറൻസിങ് അല്ലെങ്കിൽ parent of x not equal to x, parent of x equal to find set parent of x. ഓക്കെ, സെൽഫ് റെഫറൻസിങ് അല്ലെങ്കിൽ അതിന്റെ ഇപ്പോഴേ ഏതിനോടിലാണ് നോക്കുന്നത് അതിന്റെ പാരന്റിനെ കണ്ടുപിടിക്കാം. അതിനുശേഷം അതിനോട് അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഫൈൻഡ് സെറ്റ് ഓഫ് parent of x equal to find set of parent of x. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ parent of x. ഇവിടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഇപ്പൊ സെൽഫ് റെഫറൻസിങ് അല്ലെങ്കിൽ പാരന്റ് ഓഫ് എക്സ് ഈക്വൽ ടു ഫൈൻഡ് സെറ്റ് ഒരു റിക്കർസീവ് കോൾ ആണ്. ഇതിന്റെ കൂടെ ഒരു റിട്ടേൺ പി എക്സും കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്താൽ ശരിക്കും എന്ത് സംഭവിക്കും? ഈ ഒരു ചെറിയൊരു ട്രീ എടുത്തു കഴിഞ്ഞാൽ ഈ ഫൈൻഡ് സെറ്റ് ഓപ്പറേഷൻ ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ ഫൈൻഡ് സെറ്റ് ബി ആണെന്നെങ്കിൽ ഇവിടെ ഫൈൻഡ് സെറ്റ് ബി നടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ പറയുന്നത്? രണ്ട് റെപ്രസെന്റേഷൻ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഒന്ന് നിങ്ങളൊന്നും കൂടെ ഒന്ന് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഈ നമ്മളിപ്പം പറയുന്ന ഫൈൻഡ് സെറ്റ് നേരത്തെ ലിങ്ക് ലിസ്റ്റ് റെപ്രസെന്റേഷനിൽ നേരെ എന്താണ് റെപ്രസെന്റേറ്റീവ് റിട്ടേൺ ചെയ്യാന്നുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു ഒരു വർക്കാരും ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ പക്ഷെ അതാ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ അതിന്റെ കൂടെ ചെറിയൊരു മാറ്റം കൂടെ ആ ലിസ്റ്റിനകത്ത് വരുന്നുണ്ട്, ആ ട്രീക്കകത്ത് വരുന്നുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഫൈൻഡ് സെറ്റ് ബി ആണെങ്കിൽ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് സെറ്റ് ബി ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഫൈൻഡ് സെറ്റ് ബിയുടെ കോള് ഫൈൻഡ് സെറ്റ് ബി അവിടെ എക്സ് നോട്ട് ഈക്വൽ ടു പി എക്സ് പാരന്റ് ഓഫ് എക്സ്, അത് കറക്റ്റ് ആണ്. എക്സ് നോട്ട് ഈക്വൽ ടു പാരന്റ് ഓഫ് എക്സ് എന്നുള്ളത് കറക്റ്റ് ആണ്.
അപ്പൊ അവിടെ എന്താണ് പാരന്റ് ഓഫ് എക്സ് ഈക്വൽ ടു അത് പാരന്റ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബി ആണ്. പാരന്റ് ഓഫ് ബി ഈക്വൽ ടു വീണ്ടും ഫൈൻ സെറ്റ് പാരന്റ് പി ഓഫ് ബി എന്താണ്? പി ഓഫ് ബി എന്ന് പറയുന്നത് എച്ച് ആണ്. ഓക്കെ, ബിയുടെ പാരന്റ് എച്ച് ആണ്. അപ്പൊ ഫൈൻ സെറ്റ് എച്ചിലേക്ക് പോവാണ്. അപ്പൊ ഇത് റിട്ടേൺ തുടങ്ങിയിട്ടില്ല. പിന്നെ ഫൈൻ സെറ്റ് ഓഫ് എച്ച് കാൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൽഫ് റെഫറൻസ് അല്ല. അപ്പൊ അവിടെ പാരന്റ് ഓഫ് എച്ച് ഈക്വൽ ടു ഫൈൻ സെറ്റ് എച്ചിന്റെ പാരന്റ് ഏതാണ്? സി ആണ്. ഫൈൻ സെറ്റ് സി വരും. ഓക്കെ, ഇനി ഈ കോളില് സിയുടെ കോളില് പാരന്റ് ഓഫ് സി, അതും സിയുടെ എന്നാലും അതൊരു സെൽഫ് റെഫറൻസ് അല്ല. സിയുടെ പാരന്റ് എഫ് ആണ്. ഓക്കെ, അപ്പം പാരന്റ് ഓഫ് സി ഇസ് ഈക്വൽ ടു ഫൈൻ സെറ്റ് എഫ് ആണ്. ഓക്കെ, ഇനി ഫൈൻ സെറ്റ് എഫിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു പാരന്റ് ഓഫ് എക്സ്, അത് കറക്റ്റ് ആവും. ഫോളോ ചെയ്യുന്നുണ്ടോ? ഒന്ന് ഒറ്റ മിനിറ്റ്. ഓക്കെ, ഇവിടെ ഫൈൻ സെറ്റ് എഫ് എത്തിക്കഴിഞ്ഞാൽ ഫൈൻ സെറ്റ് എഫില് സംഭവിക്കുന്ന എന്താണ്? ഫൈൻ സെറ്റ് എഫ് അവിടെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഫൈൻ സെറ്റ് എഫ് അവിടെ എക്സ് നോട്ട് ഈക്വൽ ടു പാരന്റ് ഓഫ് എക്സ് കറക്റ്റ് ആണോ? ഫൈൻ സെറ്റിനകത്ത് ആദ്യം ചെക്ക് ചെയ്യുന്നത് എക്സ് നോട്ട് ഈക്വൽ ടു പാരന്റ് ഓഫ് എക്സ് എന്നുള്ളതാണ്. ഇത് തെറ്റാണ്. എക്സ് ഈക്വൽ ടു പാരന്റ് ഓഫ് എക്സ് ആണ്. ഇത് തെറ്റാണ്. അപ്പോഴവിടെ റിട്ടേൺ സ്റ്റാർട്ട് ചെയ്യും. റിട്ടേൺ പാരന്റ് ഓഫ് എക്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് റിട്ടേൺ ചെയ്യുന്ന എന്താണ്? എഫിലേക്കുള്ള ഒരു പോയിന്റ് ആണ്. പാരന്റ് ഓഫ് എക്സ് എന്താണ്? പാരന്റ് ഓഫ് എഫ് എന്താണ്? എഫ് തന്നെയാണ്. നമ്മുടെ ട്രീയില് പാരന്റ് ഓഫ് എഫ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെ അത് റിട്ടേൺ ചെയ്യാൻ തുടങ്ങും. ഈ വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. എഫ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ എഫിലേക്കുള്ള റെഫറൻസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്, അല്ലെ എഫിന്റെ അഡ്രസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് റിട്ടേൺ ചെയ്യുന്ന ഇവിടേക്കാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ്? അവിടുന്ന് റിട്ടേൺ ചെയ്ത എഫിന്റെ അഡ്രസ് ആണ്. അപ്പൊ നെറ്റ് ഇഫക്റ്റ് എന്തായി? പാരന്റ് ഓഫ് സി ഈസ് ഈക്വൽ ടു എഫ് ആയി. ഓക്കെ, അപ്പം ഇവിടെ ഇത് എഫ് ആയി.
ഇതില് parent of C is equal to F. പിന്നെ ഇതില് ഇവിടെ ബാക്കിയുള്ളത് റിട്ടേൺ PX ആണ് ബാക്കിയുള്ളത്. റിട്ടേൺ PX. ഇവിടെ എക്സ് പറയുന്നത് എന്താണ്? ഈ കോളിലും എക്സ് പറയുന്നത് സി ആണ്. ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഞാൻ ഒന്ന് പറയാം, അതിനുശേഷം ഒന്നുകൂടെ ക്ലിയർ ആക്കാം. ഓക്കെ, ഇവിടെ ഇതിലേക്ക് പോകാനുള്ള കാര്യം എക്സ് നോട്ട് ഈക്വൽ ടു ഫൈൻ സെറ്റിന്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ എക്സ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എക്സ്. അതുകൊണ്ടാണ് ഈ ലൈനിലേക്ക് പോയത്. ഇനി അത് കഴിഞ്ഞാൽ ഇവിടെ റിട്ടേൺ പി എക്സ് ബാക്കിയുണ്ട്. അപ്പൊ അവിടെ ഈ ഒരു ഫംഗ്ഷൻ കാളിനകത്ത് എക്സ് എന്ന് പറഞ്ഞ സി ആയിരുന്നു. അപ്പൊ പാരന്റ് ഓഫ് സി റിട്ടേൺ ചെയ്യും. പാരന്റ് ഓഫ് സി എന്താണ്? എഫ് ആണ്. ഓക്കെ, അപ്പൊ അത് റിട്ടേൺ ചെയ്യുന്നത് എഫ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ എന്തായി? എച്ചിന്റെ പാരന്റ് എന്തായി? എച്ചിന്റെ പാരന്റും പാരന്റ് ഓഫ് എച്ച് എന്തായി? ഇത് റിട്ടേൺ ചെയ്ത വാല്യൂ. ഇത് റിട്ടേൺ ചെയ്ത വാല്യൂ എന്താണ്? എഫ് ആണ്. അപ്പൊ എച്ചിന്റെ പാരന്റ് എന്തായി? നേരത്തെ സി ആയിരുന്നു, അത് മാറി എഫ് ആയിട്ട് മാറി. Any doubts? ഇവിടെ ഫൈൻ സെറ്റ് ചെയ്തപ്പം പല നോഡുകളുടെയും പാരന്റ് മാറി. ഓക്കെ, പല നോഡുകളുടെയും പാരന്റ് മാറി. അതെല്ലാം റെപ്രസെന്റേറ്റീവിലേക്ക് പോയിന്റ് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇവിടുത്തെ ഒരു വലിയ ഡിഫറൻസ്. ഫൈൻ സെറ്റ് ചെയ്തപ്പം പാരന്റ് മാറി. നേരത്തെ എച്ചിന്റെ പാരന്റ് സി ആയിരുന്നു, സിയുടെ പാരന്റ് എഫ് ആയിരുന്നു. ഇപ്പം സിയുടെ പാരന്റ് എഫ് തന്നെ. ഓക്കെ, എച്ചിന്റെ പാരന്റ് എന്തായിട്ട് മാറി? എഫ് ആയിട്ട് മാറി. ഈ ഒരു വലിയ ഡിഫറൻസ് ഇവിടുത്തെ ഫൈൻ സെറ്റിനുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ചേഞ്ചിനെയാണ് നമ്മൾ പാത്ത് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. അത് ഫൈൻ സെറ്റിന്റെ കൂടെയാണ് അത് നടക്കുന്നത്. ഈ ട്രീസിന്റെ എല്ലാം, ഈ സബ് ട്രീസിന്റെ എല്ലാം പാരന്റ് ഈ റെപ്രസെന്റേറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ അവിടെ പാത്ത് കംപ്രഷൻ എന്ന് പറഞ്ഞൊരു ടേം കൂടെ അവിടെ വന്നു. നമ്മൾ ചെയ്തതിനാണ് നമ്മൾ പാത്ത് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. പാത്ത് കംപ്രഷൻ നമ്മളിപ്പം ചെയ്തത് ഡ്യൂറിംഗ് ദ ഫൈൻ സെറ്റ് ഓപ്പറേഷൻ make each node on the fine path point directly to the root. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. പാത്ത് കംപ്രഷൻ ഡസ് നോട്ട് ചേഞ്ച് എനി റാങ്ക്. ഇവിടെ നേരത്തെ ഈ ട്രീ കൺസ്ട്രക്ട് ചെയ്ത ടൈമിൽ ഓരോ നോഡിനും ഒരു റാങ്ക് നമ്മൾ അസൈൻ ചെയ്തായിരുന്നു. റാങ്ക് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ നോഡ്. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല.
But find set operation make each node on the find path. Find path നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ റൂട്ടിലേക്കുള്ള വഴി. Point directly to the root. ഈ ഫൈൻ പാത്തിലുള്ള ഓരോ നോഡിനെയും എവിടേക്ക് പോയിന്റ് ചെയ്യിക്കും? അതിന്റെ പാരന്റ് കട്ട് ചെയ്തിട്ട് റൂട്ടിലേക്ക് പോയിന്റ് ചെയ്യും. ഇതിനാണ് നമ്മൾ പാത്ത് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇവിടെ ഉള്ളൊരു ഡിഫറൻസ്. അവിടെ യൂണിയൻ നടക്കുന്ന റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കുറഞ്ഞ നമ്പർ ഓഫ് അല്ലെങ്കിൽ കുറഞ്ഞ റാങ്ക് ഉള്ള റൂട്ടിനെ പോയിന്റ് ടു ദ റൂട്ട് വിത്ത് ലാർജർ റാങ്ക്. ഇതാണ് റാങ്കിന് ബേസ് ചെയ്തിട്ടുള്ള യൂണിയൻ ഓപ്പറേഷൻ. പിന്നെ അവിടെ ചെയ്യുന്നത് ഫൈൻ സെറ്റിന്റെ കൂടെ പാത്ത് കംപ്രഷൻ. ആ ഫൈൻ പാത്ത്, ഒരു നോഡിൽ നിന്നും റൂട്ടിലേക്കുള്ള ആ പാത്തില് വരുന്നുള്ള എല്ലാ നോഡിന്റെയും പാരന്റിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് റൂട്ടിലേക്ക് പോയിന്റ് ചെയ്യും. ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഓപ്പറേഷൻസ് ഫാസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ പുതുതായിട്ട് വന്ന ടേംസ് റാങ്ക് ബൈ യൂണിയൻ, ഫൈൻ സെറ്റിനകത്തുള്ള പാത്ത് കംപ്രഷൻ ഓപ്പറേഷൻ. പിന്നെ ഇവിടെ റാങ്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. യൂണിയൻ ബൈ റാങ്ക് ആൻഡ് പാത്ത് കംപ്രഷൻ. ഇത് ഇത്രയും പറഞ്ഞാൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇവിടെ ഇതിന്റെ എല്ലാം, ഈ ഓപ്പറേഷന്റെ എല്ലാം സ്റ്റെപ്സ് ചേഞ്ച് ആവും. ഇപ്പൊ മേക്ക് സെറ്റ്, ദെൻ യൂണിയൻ. അവിടെ ലിങ്ക് എന്നുള്ള പുതിയൊരു ഫംഗ്ഷൻ വന്നു. ലിങ്ക് എന്നുള്ളതില് റാങ്കിനെ കമ്പയർ ചെയ്യും. റാങ്കിനെ കമ്പയർ ചെയ്തിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റെപ്പില് ഒരു നോഡിന്റെ റാങ്ക് ഇൻക്രീസ് ആവുന്നുണ്ട്. അപ്പൊ റാങ്ക് ആദ്യം മേക്ക് സെറ്റിൽ ചെയ്ത 0 ആവില്ല, പിന്നെ യൂണിയൻ നടത്തി കഴിഞ്ഞാൽ വരുന്നത്. അതിനുശേഷം ഫൈൻ സെറ്റ്. ഒരു നോഡിൽ നിന്നും അതിന്റെ പാരന്റിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റും? റെപ്രസെന്റേറ്റീവിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ആ റെപ്രസെന്റേറ്റീവിൽ എത്തുന്നതിന്റെ കൂടെ തന്നെ, റെപ്രസെന്റേറ്റീവിനെ റിട്ടേൺ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ ഫൈൻ പാത്തിൽ വരുന്ന എല്ലാ നോഡിന്റെയും പാരന്റ് റൂട്ടിലേക്ക് ലിങ്ക് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് ഈ ഒരു ലൈനിൽ. ഓക്കെ, ഈ ഒരു ലൈനിൽ ആ ഒരു ചേഞ്ചും കൂടെ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ വരുന്ന ഒരു ഡിഫറൻസ്. അപ്പൊ ഇതിനാണ് പാത്ത് കംപ്രഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ നോട്ട്സ് ഞാൻ ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അതും കൂടെ നോക്കിയിട്ട് ഇന്ന് തന്നെ ഈ ഐഡിയ ഒന്ന് ക്ലിയർ ആക്കാൻ നോക്കുക. മിക്കവാറും ഇതില് കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പൊ ഒരു ട്രീ വെച്ചിട്ട് നിങ്ങൾ ആ ഫൈൻ പാത്ത് ഒന്ന് നിങ്ങളായിട്ടൊന്ന് ട്രേസ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഐഡിയ ക്ലിയർ ആക്കി എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുള്ളൂ. അപ്പം ഡിജോയിൻ സെറ്റിന്റെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ അമോർട്ടൈസർ അനാലിസിസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ കോംപ്ലക്സിറ്റി പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ നോട്ട് ഇപ്പം തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്നും കൂടെ നോക്കിയിട്ട്, രണ്ടും കൂടെ നോക്കിയിട്ട് ഈ ഐഡിയ ഇപ്പം തന്നെ ക്ലിയർ ആക്കി. ഓക്കെ, ഡിജോയിൻ 4H എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആക്കി. ഓക്കെ, നമുക്ക് ഈ ടോപ്പിക് അപ്പം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ച് മാത്തമെറ്റിക്സ് ഏരിയയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് അത് സ്റ്റാർട്ട് ചെയ്യും. Okay, let us stop the class now.
നിങ്ങളുടെ ലാബിലെ എക്സ്പീരിയൻസ് അത് റൺ ചെയ്യാൻ പറ്റിയായിരുന്നോ? റൺ ചെയ്ത് നോക്കിയോ നിങ്ങൾ? നോക്കി സർ, റൺ ആവുന്നുണ്ട്. ആ ഓക്കെ, ശരി എന്നാല്. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ സർ, താങ്ക് യു സർ.